ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ ഈ ആൻസിസ്റ്റേഴ്സിനെ ഓണർ ചെയ്യുന്ന റിച്വൽസിനെ പറ്റിയൊക്കെ. പക്ഷേ അതൊരു ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് ഫുൾ കണ്ടന്റ് എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണിത്. ഈ ജനറേഷണൽ വെൽത്ത് അല്ലെ പ്രോപ്പർട്ടി, കുടുംബ സ്വത്ത്, ഇത് നമുക്ക് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് വരെ, നമ്മുടെ പാരൻസ് വരെ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് അല്ലേ. പക്ഷേ അതുപോലെ തന്നെ വേറെ പല സംഭവങ്ങളും നമുക്ക് കിട്ടും. അത് നമുക്കറിയത്തില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു അസുഖം വന്നാൽ തന്നെ ചില സമയത്ത് ഉണ്ടാവാറില്ലേ, നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകും, അതിന് നമുക്കൊരു ക്യൂർ കിട്ടത്തില്ല. എത്ര മരുന്ന് കഴിച്ചാലും ചില സമയത്ത് നമ്മൾ ഡോക്ടറിനോട് ചോദിക്കും ഇതെന്തുകൊണ്ടാണ്. അപ്പോൾ ഫൈനലായിട്ട് പറയുന്ന ഒരു സംഭവമായിരിക്കും ഒന്നീ സ്ട്രെസ്സ് അല്ലെങ്കിൽ ജനറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് വരും. അപ്പോൾ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ആലോചിക്കുമ്പോൾ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെ ഇല്ല, എൻ്റെ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ അങ്ങനെയില്ല, പിന്നെ എനിക്കെങ്ങനെ അങ്ങനെ വന്നു. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്, ചിലപ്പോൾ നമ്മുടെ അതിന് മുമ്പുള്ള ജനറേഷൻ ആരായിരുന്നു അല്ലെ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് പലർക്കും അറിയത്തില്ല അല്ലേ. അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്കറിയത്തില്ല. ചിലർ മരിക്കുമ്പോൾ അവർ ഭൂമിയിൽ ജീവിച്ച സമയത്ത് അവർക്ക് പല ആഗ്രഹങ്ങളുണ്ടായിരുന്നായിരിക്കും. അതൊന്നും അവർക്ക് സാധിക്കാൻ പറ്റാതെ അവർ മരിച്ചതായിരിക്കും. അപ്പം മരിച്ചതിന് ശേഷം അവരുടെ വീട്ടുകാരെല്ലാം അതിനുള്ള കർമ്മങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ആത്മാവ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ചില വീട്ടുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഗ്രാൻഡ് പാരൻസ് ആരെങ്കിലും മരിച്ചിട്ടുള്ള വീട്ടിലെ കാര്യമാണ് ഞാനീ പറയുന്നത്. അവർ മരിച്ചിട്ട് അവർ പണ്ട് താമസിച്ച ആ ഒരു വീടോ അല്ലെങ്കിൽ പരിസരമോ വൃത്തിയാക്കാതിട്ട്, അല്ലെ അവർക്ക് വിളക്ക് കത്തിക്കാതിരുന്ന അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിലാണ് ഈ പിതൃദോഷവും സംഭവമൊക്കെ എക്സിസ്റ്റ് ആവുന്നത്. പിതൃദോഷം വരുമ്പോഴേ നമ്മൾ പല പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യും. നമ്മൾ എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്താലും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഹാർഡ് വർക്കിനുള്ള ഒരു ബലം കിട്ടത്തില്ല. നമ്മൾ ചിലപ്പം നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും, റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാവും, ഫാമിലി ഇഷ്യൂസ് കാണും, ഹെൽത്ത് ഇഷ്യൂസ് കാണും, എത്രയൊക്കെ മരുന്ന് കഴിച്ചാലും മാറത്തില്ല. ഇതിനൊക്കെ ചില സമയത്ത് ഈ പിതൃദോഷവും അതിനൊരു കാരണമാണ്, നമുക്കറിയത്തില്ലെന്നേ ഉള്ളൂ. ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അതിനെയൊന്നും വിശ്വസിക്കാറില്ല. പക്ഷെ വിശ്വാസമുള്ളവർ വിശ്വസിക്കും അല്ലേ. എന്ത് ഒരു കാര്യമായാലും ശരി, അനുഭവിച്ച ആൾക്കാർക്ക് അതിൻ്റെ ഒരു വേദനയും കാര്യമൊക്കെ അവർക്കേ അറിയാവുള്ളൂ. പറയുന്നവർക്ക് പറയാം, പക്ഷേ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അത് അറിയാവുള്ളൂ ഇങ്ങനെ സംഭവങ്ങളുണ്ടെന്നുള്ളത്. ദൈവം ഉണ്ടെങ്കിൽ വേറെ പല കാര്യങ്ങളും കാണുമല്ലോ. നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. എന്തിനാണ്, നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയായിട്ടല്ലേ. നമുക്ക് ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പൂർവികരും. നമ്മൾ അവരും ദൈവമായിട്ട് കണക്കാക്കണം. കാരണം അവർ പണ്ടുണ്ടായിരുന്നതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പം അവരും ദൈവത്തിന് തുല്യ. അവരിപ്പോൾ ഈ ലോകത്തില്ലെന്നും പറഞ്ഞാൽ അവരെ മറക്കുന്നത് ശരിയല്ല. നമ്മൾ അവരെ ആലോചിക്കണം. അവർക്ക് കിട്ടേണ്ട ആ ഒരു റെസ്പെക്റ്റും കാര്യമൊക്കെ നമ്മൾ കൊടുക്കണം. ഓക്കെ, അതിനായിട്ട് നമ്മളിപ്പം ഒരു ആസ്ട്രോളജറിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ പല വലിയ വലിയ പൂജകൾ പറയും. അതെല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തില്ല. എല്ലാവരുടെയും ഫൈനാൻഷ്യൽ കണ്ടീഷൻ ഒരുപോലെ അല്ലല്ലോ. അപ്പം നമുക്ക് പറ്റുന്ന ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്താലും മതി. ഇപ്പോൾ ദൈവത്തിനായാലും നമ്മൾ വലിയ വലിയ ഡൊണേഷനോ കാര്യമോ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ സ്നേഹത്തോടെ എന്ത് കൊടുത്താലും ദൈവം അത് അക്സെപ്റ്റ് ചെയ്യും അല്ലേ. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ വലിയ വലിയ നേർച്ച പറഞ്ഞ് വെക്കണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഇവരുടെ കാര്യം. ഇവർ ആഗ്രഹിക്കുന്ന ഒരു റെസ്പെക്റ്റാണ് അല്ലേ. അപ്പോൾ അവർക്കത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് തന്നെ മതി. കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ഹിന്ദുപരമായിട്ടുള്ള കർമ്മങ്ങൾ എന്താണോ അത് നമ്മൾ ചെയ്യാം. അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള റിച്വൽ ഞാൻ ആ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ വയ്ക്കുക. ഇനിയിപ്പോൾ ഫോട്ടോ ഇല്ലെന്ന് വെച്ചോ, നമ്മൾ കണ്ടിട്ടില്ല അവരെങ്ങനെയായിരുന്നു എന്താണെന്നുള്ളത്, കേട്ടിട്ടേ ഉള്ളൂ, അങ്ങനത്തെ കേസാണെങ്കിൽ നമ്മൾ മനസ്സിൽ അവരെ ഒന്ന് ഓർക്കുക. ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് മനസ്സിൽ അവരെ ഓർത്തിട്ട് നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുക. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളിപ്പം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളിനോട് നമ്മളെങ്ങനെ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ചിലപ്പം ദൈവത്തിനോട് പറയാറില്ല, അതേ രീതിയിൽ അവരോട് സ്നേഹത്തോടെ ക്ലോസ് ആയിട്ട് സംസാരിക്കുക. ക്യാൻഡിൽ കത്തിച്ചിട്ട് ഇത് ചെയ്യാം. ഇത് പറ്റത്തില്ലെങ്കിൽ അവരുടെ ഫോട്ടോയുടെ അടുത്ത് ഡെയിലി ഒരു വിളക്ക് കത്തിച്ചാലും മതി.
ഇതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി ഫുഡോ വെള്ളമോ ഓഫർ ചെയ്യാം. വെള്ളം ഓഫർ ചെയ്യുകയാണെങ്കിൽ ഒരു കോപ്പർ വെസൽ എടുക്കുക. ഇനി കോപ്പർ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പാത്രമായാലും മതി, ഒരു മഗ് പോലെ. അത് ഈ കലശ് എന്ന് പറയും, കോപ്പർ വെസൽ, ഇങ്ങനെ ഒരു പോട്ടിൻ്റെ രൂപത്തിലുള്ളത്, അതായാലും മതി. അല്ലെങ്കിൽ മണ്ണിൻ്റെ ആയാലും അതായാലും ഓക്കെ. മണ്ണിൻ്റെ പോട്ട് കിട്ടുമല്ലോ, എർതൻ പോട്ട്സ്, അതായാലും മതി. അതിൽ കുറച്ച് വെള്ളം നിറയ്ക്കുക. കുറച്ച് എള്ളുണ്ടല്ലോ, ഈ കറുത്ത എള്ള് കിട്ടും, ബ്ലാക്ക് സിസം, അത് നമ്മൾ അതിൻ്റെ ഉള്ളിലിടുക. എന്നിട്ട് നമ്മളത് ഓഫർ ചെയ്യുക. രാവിലെ ആണെങ്കിൽ രാവിലെ, വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം. രാത്രി സമയത്ത് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒന്നീ രാവിലെ അല്ലെങ്കിൽ ഒരു 4 മണി 5 മണി ആ ഒരു സമയത്ത് നമ്മൾ ആ കോപ്പർ വെസലിൽ വെള്ളം നിറച്ച് ഈ കുറച്ച് എള്ള് അതിലിട്ടിട്ട് നമ്മൾ അവരെ ഓർത്തിട്ട് അവരോട് താങ്ക് യു പറയുക. അവർ കാരണമാണല്ലോ നമ്മളിപ്പോൾ എക്സിസ്റ്റ് ആവുന്നത്. അപ്പോൾ അതിന് വേണ്ടി അവരോട് നന്ദി പറയുക, എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമെന്ന് അവരോട് പറയുക. ഇതിന് ശേഷം ആ വെള്ളം കുറച്ച് നേരം അവിടെ വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതുപോലെ ചെടിയിലോ ഒഴിച്ച് കളയാവുന്നതാണ്. ഓക്കെ, ഇതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഫുഡ് ഓഫർ ചെയ്യുകയാണെങ്കിൽ, ചിലരെ കണ്ടിട്ടില്ലേ, ചിലർ ആദ്യം ദൈവത്തിന് കൊടുക്കും, കുറച്ച് ദൈവത്തിനായിട്ട് വെച്ചതിന് ശേഷം അവർ ഭക്ഷണം കഴിക്കും. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ പലരും ഈ UK ഒക്കെ താമസിക്കുന്ന ആൾക്കാർ, UPയിലെ ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണിത്. നമ്മൾ മലയാളികൾ അധികം ചെയ്യാറില്ല. മലയാളികൾ എനിക്ക് തോന്നുന്നു ഒക്കേഷൻസ്, ഈ ഓണത്തിനൊക്കെ നമ്മൾ ഇലയിട്ട് ചോറുണ്ണുമ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഇത് ചെയ്യുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഡെയിലി ഒരു ഹാബിറ്റ് ആക്കിയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡെയിലി ഉണ്ടാക്കുന്ന ഫുഡിൽ നിന്ന് കുറച്ച് അവർക്ക് വേണ്ടിയായിട്ട് വെക്കുക. കുറച്ച് നേരം അത് അവിടെ ഇരുന്നോട്ടെ, അവരുടെ ഫോട്ടോയുടെ മുന്നിലോ അല്ലെങ്കിൽ അവരെ മനസ്സിൽ സങ്കല്പിച്ച് അവർക്ക് വേണ്ടിയിട്ട് ഒരു കോർണറിൽ വെക്കുക. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് വല്ല കാക്കയ്ക്കോ പട്ടിക്കോ എടുത്ത് കഴിക്കാൻ കൊടുക്കാവുന്നതാണ്. ഈ കാക്ക, അതുപോലെ തന്നെ ഈ പട്ടി, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിതൃക്കളെ റെപ്രസെൻ്റ് ചെയ്യുന്ന 2 ആൾക്കാരാണ് കേട്ടോ. ഈ ബേർഡ്സിൻ്റെ സെക്ഷനിൽ കാക്കയും അനിമൽസിൻ്റെ സെക്ഷനിൽ പട്ടികൾ, ഡോഗ്സ്. അപ്പം അവർക്ക് പറ്റുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കുക, ഡെയിലി പറ്റുവാണെങ്കിൽ. ഓക്കെ, ഈ സിമ്പിളായിട്ടുള്ള റിച്വൽസ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിക്കേ. ചിലരൊക്കെ സ്വപ്നത്തിൽ കാണാറില്ലേ മരിച്ചുപോയ ആൾക്കാർ, ചിലപ്പോൾ ഡയറക്റ്റ് കണക്ഷൻ അല്ലെങ്കിൽ അച്ഛനമ്മ തന്നെ ആയിരിക്കും ചിലർ കാണുന്നത്, അല്ലെങ്കിൽ ചിലർ അവരുടെ അപ്പൂപ്പനമ്മമാരെയൊക്കെ കാണും. അവരെയൊക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണുന്നതിന് ഒരു മീനിങ് ഉണ്ട്. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ നല്ല ഉറക്കത്തിലാണ്, പക്ഷെ നമ്മൾ ഈ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ഒരു കണക്ഷൻ സ്പിരിച്വൽ വേൾഡുമായിട്ടുണ്ട്. ചില സമയത്ത് എങ്ങനെയാണ്, നമ്മൾ അവരെ സ്വപ്നത്തിൽ കാണുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും അവർ ജീവിച്ചിരുന്ന സമയത്ത് നമുക്ക് അവരുമായിട്ട് വലിയ കണക്റ്റോ കാര്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ പിന്നെ മരിച്ചതിന് ശേഷം എന്തിനാണ് നമ്മുടെ സ്വപ്നത്തിൽ വരുന്നത്, ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. പക്ഷേ എന്താണെന്നറിയാമോ, ചില ആളുകൾ തമ്മിൽ ആത്മബന്ധമുണ്ട്. ഇപ്പം ഭൂമിയിലാണെങ്കിൽ അതൊരു ബ്ലഡ് റിലേഷനായിട്ട് മാറും അല്ലേ, നമ്മുടെ അപ്പൂപ്പനായിരുന്നു അല്ലെ അമ്മുമ്മയായിരുന്നു അച്ഛമ്മയായിരുന്നു അങ്ങനെയൊക്കെ. പക്ഷേ സ്പിരിച്വൽ വേൾഡിൽ നമ്മളും അവരും തമ്മിലൊരു ആത്മാവിൻ്റെ ബന്ധമുണ്ട്. അത് ആ ഫാമിലിയിൽ ഏതെങ്കിലും ഒരാളെയായിരിക്കും ചൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ജീവിച്ചിരുന്ന സമയത്ത് ആ ആളുമായിട്ട് വലിയൊരു കോണ്ടാക്റ്റോ കാര്യമോ ഒന്നും അത്ര അടുപ്പോ ഒന്നും കാണത്തില്ല. പക്ഷെ മരിച്ചതിന് ശേഷം ചിലപ്പം ആ ഒരു സോളിനെ ആയിരിക്കും ആ ആത്മാവ് ചൂസ് ചെയ്യുന്നത്. ചിലപ്പം എല്ലാ വീട്ടിലും അങ്ങനെ ഒരാളുണ്ട്. അതാരാണെന്ന് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അറിയാം. എല്ലാ വീട്ടിലും ഒരാൾ കാണും ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാനായിട്ട്. കാലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അതിനൊരു അവസാനം ഇടാനായിട്ടായിരിക്കും ആ ഒരു ആത്മാവ് ആ വീട്ടിൽ ജന്മം എടുക്കുന്നത്. അപ്പോൾ ഈ മരിച്ചുപോയ ആൾക്കാർ ഈ സ്വപ്നത്തിലൊക്കെ വന്നിട്ട് ഇന്ന ആളിനെ കോണ്ടാക്ട് ചെയ്യും. കാരണം അവർക്കറിയാം അവരുടെ ആഗ്രഹങ്ങൾ ഈ ഒരാളിൻ്റെ ത്രൂവേ നടത്താൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. അത് ചിലപ്പോൾ ആ ആളിന് പോലും അറിയത്തില്ലായിരിക്കും അതെങ്ങനെയായിരിക്കും നടത്തണ്ടേന്നുള്ളത്, അല്ലെ ഇവരെന്തിനെൻ്റെ സ്വപ്നത്തിൽ വരുന്നു. പക്ഷെ അതിൻ്റെ പിന്നിലൊരു റീസൺ ഉണ്ട്, അത് സമയം തന്നെ നമുക്ക് തെളിയിച്ചു തരും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അവർ നമ്മുടെ സ്വപ്നത്തിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കാനോ അല്ലെങ്കിൽ എന്തിനു വരുന്ന അങ്ങനെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ പാടില്ല. അവരെ നമ്മൾ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു പറയുക. കാരണം നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വലിയ പ്രശ്നത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫിസിക്കലി മെൻ്റലി നമ്മുടെ സോൾ ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ
എന്തൊരു ജീവിതമാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു സമയം വരുമല്ലോ എല്ലാവരുടെയും ലൈഫിൽ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും ഇങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ കാണുന്നത്. അപ്പോൾ അത് അവർ വരുന്ന എന്തിനാണ് ഈ സ്വപ്നത്തിൽ? നമുക്കൊരു ആശ്വാസം തരാനായിട്ടാണ്. മോനെ അല്ലെ മോളെ പേടിക്കണ്ട, എല്ലാം നടന്നോളൂ എന്നുള്ള രീതിയിൽ, സങ്കടപ്പെടണ്ട, അങ്ങനെ ഒരു ആശ്വാസവാക്കിനായിട്ട് അവർ നമ്മുടെ സ്വപ്നത്തിൽ വരുന്നതായിരിക്കും. നല്ല സ്വപ്നങ്ങളാണെങ്കിൽ അതിൻ്റെ ഒരു മീനിങ് ഇത് തന്നെയാണ്. ഒരു ആശ്വാസവാക്കായിട്ട് അവർ നമ്മുടെ സ്വപ്നത്തിൽ വരുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയായിട്ട് ഉറപ്പായിട്ടും ഈ റിച്വൽസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ പേടിക്കരുത്. പക്ഷെ അതേ സമയത്ത് നമ്മുടെ മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള വല്ല സ്വപ്നങ്ങളാണ് നമ്മൾ അവരെക്കുറിച്ച് കാണുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറൊരു റീസൺ ഉണ്ട്. എന്തെങ്കിലും ഒരു എയിം അവർക്കുണ്ടായിരുന്നു ലൈഫിൽ, ഇങ്ങനെ ചെയ്യണമെന്നുള്ളത്, എന്തെങ്കിലും ഒരു ആഗ്രഹം, പക്ഷെ അത് സാധിച്ചില്ല. പിന്നെ ചില ആൾക്കാരുടെ മരണം ഒരുമാതിരിയാണല്ലോ, ചില മർഡർ പോലെ, അല്ലെങ്കിൽ വിചാരിക്കാത്ത രീതിയിൽ അവർ മരിച്ചുപോയി അങ്ങനെയൊക്കെ. അപ്പം അവരുടെ മരണത്തിന് പിന്നിൽ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടി നിങ്ങളെ ആയിരിക്കും അവർ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ചെറിയ റിച്വൽസ് ഒന്ന് പെർഫോം ചെയ്ത് നോക്കൂ. ദൈവത്തിൻ്റെ കൂട്ടാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ മരിച്ചുപോയ നമ്മുടെ വീട്ടിലെ ആൾക്കാർ. അതുപോലെ തന്നെ കുലദൈവം ആയാലും നമ്മൾ ലോകം മൊത്തമുള്ള അമ്പലങ്ങൾ ചുറ്റിയാലും നമ്മൾ നമ്മുടെ കുലദൈവത്തിനെ ഓർക്കത്തില്ലെങ്കിൽ അതൊരു ദോഷമുള്ള ഒരു കാര്യമാണ്. അതിനെപ്പറ്റി ഞാൻ പറ്റുവാണെങ്കിൽ വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പറ്റുവാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ.